രുചിക്കൂട്ട്. രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തനത് വെളിച്ചെണ്ണയുടെ ഔഷധ പോഷക മൂല്യങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളൊക്കെ കുറേയൊക്കെ മാറി വരുന്ന സമയമാണിപ്പോൾ. ഇതിന് പ്രത്യേകിച്ച് ഒരു രോഗാണു നശീകരണ ശക്തി ഉണ്ട് എന്നും കൂടി ഇപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. വെളിച്ചെണ്ണയെ പറ്റിയല്ല, വെളിച്ചെണ്ണയെക്കാളും കുറച്ചും കൂടി മൂല്യമുണ്ട് വെർജിൻ കോക്കനട്ട് ഓയിലിന്. അതിലെ 2 മോണോലോറിൻ എന്ന ഘടകത്തിന് പരാത വൈറസുകളുടെയും ബാക്ടീരിയകളുടെയും ലിപ്പിഡ് ആവരണത്തെ ലയിപ്പിക്കുവാൻ ശേഷിയുണ്ടെന്ന് ഗവേഷണങ്ങൾ പറയുന്നു. പലപ്പോഴും രോഗാണുകാരികളായ വൈറസുകളെയും അതുപോലെ തന്നെ ബാക്ടീരിയകളെയും തടയാൻ ഇത് ഉപകരിക്കുമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ട്യൂമറിനെതിരെ പ്രവർത്തിക്കുമെന്നും പറയുന്നു. ഒരു നല്ല നിരോക്സികാരിയാണെന്നും ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. തടി കുറയ്ക്കാനും ഉപകരിക്കുമത്രേ. ഇത്രയധികം ഗവേഷണ പിൻബലമൊന്നും ഇല്ലെങ്കിൽ പോലും പണ്ട് കാലം മുതലേ പ്രസവശേഷം അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിനും ആരോഗ്യ സംരക്ഷണത്തിനുമായിട്ട് കഴിക്കാനും കുളിക്കാനുമൊക്കെ വെന്ത വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. അതുതന്നെയാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണ. പലതരത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആ രീതിക്കനുസരിച്ച് ചില വ്യത്യാസങ്ങളും ഗുണങ്ങളിലുള്ള മാറ്റങ്ങളും ഉണ്ടാകുമെന്ന് മാത്രം. തേങ്ങയുടെ പാല് തിളപ്പിച്ച് എണ്ണയാക്കി എടുക്കുന്നതാണ് പാരമ്പര്യമായ രീതിയിൽ ഉണ്ടാക്കുന്ന ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. അതിന്റെ അവസാനം എണ്ണ തെളിഞ്ഞു കഴിഞ്ഞാൽ കക്കൻ കിട്ടും. അതിന് നല്ല രുചിയാണ്. അതുകൊണ്ട് വേണമെങ്കിൽ കുക്കീസ് പോലെയുള്ള ബിസ്ക്കറ്റുകളും ഉണ്ടാക്കിയെടുക്കാം. കോൾഡ് പ്രസ്സിംഗ് രീതിയിൽ ാണ് നമുക്കിന്ന് സാധാരണയായിട്ട് വാണിജ്യാടിസ്ഥാനത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിൽ നിന്നും കിട്ടുന്ന ബൈ പ്രോഡക്റ്റ് എടുത്ത് ചമ്മന്തിപ്പൊടി, ബിസ്ക്കറ്റ് ഇവയും നിർമ്മിക്കാം. മുലപ്പാല് കഴിഞ്ഞാൽ പിന്നെ പോഷക സമൃദ്ധമാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ എന്നാണ് പറയപ്പെടുന്നത്. ലാറിക് ആസിഡ് ഉള്ളതുകൊണ്ടാണ് ഇത് ഈ കാരണം പറയുന്നത്. മീഡിയം ചെയിൻ ഫാറ്റി ആസിഡാണ് വെളിച്ചെണ്ണയിലുള്ളത്. വൈറ്റമിൻ എ, സി എന്നീ ജീവകങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്കിന്ന് വെളിച്ചെണ്ണ ഉപയോഗിച്ച്, അതായത് ആട്ടിയ വെളിച്ചെണ്ണ ഉപയോഗിച്ച് ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. കോഴി വൃത്തിയാക്കി എടുക്കണം. അതിന് ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ഇവ അരച്ചത്, വറ്റൽമുളക് അരച്ചത് 2 ടേബിൾ സ്പൂൺ, ചുവന്നുള്ളി, മഞ്ഞൾപ്പൊടി, കടലമാവ്, ഗരം മസാല, നല്ല ജീരകവും പെരുംജീരകവും ഒരുപോലെ തന്നെ പൊടിച്ചത്, ഉപ്പ്, ഒരു മുട്ട, നാരങ്ങാനീര് ഇതെല്ലാം കൂടി നന്നായി പുരട്ടി ഒരു 20 മിനിറ്റിന് ശേഷം ഇതുപോലെ ആട്ടിയെടുത്ത നല്ല നാടൻ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്താൽ രുചികരമായ ഒരു ചിക്കൻ ഫ്രൈ ആയി ചൂടോടെ വിളമ്പി ഉപയോഗിക്കാം. രുചിക്കൂട്ട്. നിർവഹണം ലീന.